ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. ആവറേജ് സ്ട്രെയിറ്റ് റോഡാണ്. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുത്തു. ഇനി ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹലോ ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും പേടിയോട് കൂടി കാണുന്ന ഒരു ഗിയറാണ് അഞ്ചാമത്തെ ഗിയർ. ഈ ഒരു ഗിയർ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടും വീഴുമോ എന്നുള്ളൊരു പേടി, ഇനി ഈ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത കൂടുമോ എന്നുള്ളൊരു പേടി, ഇനി വാഹനത്തിന് ഗിയർ ഇടുന്ന അവസരങ്ങളിൽ ഗിയർ വീഴാതെ വാഹനം ഓഫായി പോകുമോ എന്നുള്ള പേടിയൊക്കെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പരമാവധി ഒരു 4ാമത്തെ ഗിയർ വരെ ഇട്ട് വാഹനം ഓടിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് 5ാമത്തെ ഗിയർ ഇടുക എന്നുള്ളത് ഒരു വലിയ സംഭവമല്ല. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് കഴിയും. അതിന് 1-2 ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നാളുകളിൽ ലൈസൻസൊക്കെ എടുത്ത് സ്വന്തമായിട്ട് വാഹനമൊക്കെ മേടിക്കുമ്പോൾ മേടിക്കുന്ന ഏതൊരു വാഹനമായിക്കോട്ടെ, ആ ഒരു വാഹനത്തിൽ 5ാമത്തെ ഗിയർ കൃത്യമായിട്ടും ഉണ്ട്. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ഈ 4ാമത്തെ ഗിയർ വരെയാണ് എപ്പോഴും ഇട്ട് വാഹനം ഓടിക്കുന്നതെങ്കിൽ അത് ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. 5ാമത്തെ ഗിയറും കൂടെ ഇട്ട് നമ്മൾ വാഹനം ഓടിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് ഞാൻ വണ്ടി റോഡിൽ ഓടിച്ച് തന്നെ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഞാനൊരു മെയിൻ റോഡിൽ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. 5ാമത്തെ ഗിയർ എളുപ്പത്തിൽ ഇടാനായിട്ടുള്ള ഒരു ടെക്നിക്കും പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ഗിയറുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ 4th ഗിയറിലേക്ക് ഞാൻ ഇടുകയാണ്. ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണ് കിടക്കുന്നത്. 4ാമത്തെ ഗിയറിൽ നിന്ന് 5ലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കണം. നോക്കുക, ഇങ്ങനെ പിടിച്ച് ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക. ന്യൂട്രൽ പോയിന്റ് ഓർക്കുക. അതിനുശേഷം കൈ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് 5th ഗിയർ ഇടുക. ഇങ്ങനെ ഇട്ടാലേ 5ാമത്തെ ഗിയർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ കഴിയും. എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ കൈ പിടിക്കും. ഇപ്പോൾ 4th ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിച്ച് 4ാമത്തെ ഗിയർ ഇടും. ഇനി 4ൽ നിന്ന് 5ലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇടാൻ നോക്കുമ്പോൾ ചിലപ്പം വീഴുന്നത് 3rd ഗിയർ ആയിരിക്കും. അതായത് ഈ 5th ഗിയറിനോട് ചേർന്നാണ് 3rd ഗിയർ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കഴിഞ്ഞാൽ 5th പകരം 3ലേക്ക് ഇടും. 3ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത വളരെയധികം കുറഞ്ഞിട്ട് പെട്ടെന്ന് വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം 5ലേക്കൊക്കെ ഇടുന്ന ഒരു 40-45 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന സന്ദർഭങ്ങളിലാണ്. അപ്പോൾ ആ ഒരു ഗിയർ മാറിയിട്ട് 3rd വീണാൽ പ്രശ്നമാണ്. അപ്പോൾ അത് വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ കൈ പിടിക്കുക. ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരിക, റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക, 5th ഇടുക. ഞാൻ കാണിച്ചു തരാം. 4th നിന്ന് 5th. ഓക്കെ, ഇനി ഞാൻ ഇത് കൃത്യമായിട്ട് വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, റിവേഴ്സ് ഗിയർ കൊടുത്ത് നമുക്കിവിടെ തിരിച്ചിട്ട് മുന്നോട്ട് വേണം വാഹനം പോകാനായിട്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. ആവറേജ് സ്ട്രെയിറ്റ് റോഡാണ്. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുത്തു. ഇനി ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്റർ 15 കിലോമീറ്റർ വേഗതയിൽ സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ സെക്കൻഡിലേക്ക് ഇട്ടു. ഇനി ഇറക്കം കൂടിയ റോഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ എനിക്ക് മെല്ലെ ബ്രേക്കേ കാല് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 25 കിലോമീറ്റർ വേഗതയുള്ളൂ. ചെറിയ ഇറക്കമൊക്കെ ആണെങ്കിൽ നമുക്കിത് ക്ലച്ച് ചവിട്ടിയിട്ട് 3rd ഗിയർ കൊടുക്കാം. അതായത് ഒരുപാട് മൂവ്മെൻറ്റ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടില്ല. ആവറേജ് ഇറക്കമാണ്. ഇനി ഇവിടെ തന്നെ നമുക്ക് ജസ്റ്റ് ബ്രേക്കേ കാല് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 35 കിലോമീറ്റർ വേഗതയിലായി ഞാൻ 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആക്സിലേഷൻ കൊടുക്കുന്നില്ല. കാരണം ഇറക്കത്തോട് കൂടിയ റോഡായതുകൊണ്ട് തന്നെ ബ്രേക്ക് കാല് വെച്ച് എനിക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്. വീണ്ടും എൻ്റെ കാല് മെല്ലെ ബ്രേക്ക് വരികയാണ്. ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 40 കിലോമീറ്റർ ആയപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിത് 5th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിക്കേ, 5ാമത്തെ ഗിയറിൽ ആയി. ഇനി ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ കൊടുക്കുകയാണ്. കാരണം ഒരു ആവറേജ് സ്ട്രെയിറ്റ് റോഡ് വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു 5ാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഒരുപാട് കാല് കൊടുക്കേണ്ടതായിട്ടില്ല. ഒരു 40 കിലോമീറ്റർ വേഗതയിലൊക്കെ നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ആ സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് വീണ്ടും ഒരു വാഹനം ചെറിയൊരു കയറ്റത്തോട് കയറി തുടങ്ങുകയാണ്. അപ്പോൾ ചെറിയ കയറ്റങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുറച്ച് അഡ്വാൻസ് ആയിട്ട് 5th നിന്ന് 4th കൊടുക്കുക. 5th നിന്ന് ഞാൻ 4th കൊടുക്കുന്നു. ഇപ്പോൾ 4ാമത്തെ ഗിയറിലേക്ക് വന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 40 കിലോമീറ്റർ വേഗതയിൽ വാഹനം പതുക്കെ പോകുന്ന ഒരു സാഹചര്യം ആവറേജ് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് 5ാമത്തെ ഗിയർ ഇട്ട് വളരെ ഈസി ആയിട്ട് ഒരു വാഹനം ഓടിക്കാനായിട്ട് കഴിയും. അത് ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ കരുതാതിരിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ആളിൻ്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ 40 കിലോമീറ്റർ വേഗതയിൽ ചിലപ്പോൾ 5ാമത്തെ ഗിയർ ഇടാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, വാഹനത്തിൻ്റെ
വാഹനത്തിൻ്റെ വേഗത കുറച്ചും കൂടെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഒരു 45-50 കിലോമീറ്റർ വേഗതയിലെങ്കിലും ഉണ്ടായിരിക്കണം. അത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം 4th പോവുകയാണ്. ഇവിടെ ഇറക്കത്തോടു കൂടിയ റോഡാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാലിൽ മെല്ലെ ബ്രേക്ക് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം പോകുന്നത്. 5ാമത്തെ ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ കൈ പിടിക്കുന്നത് നിങ്ങൾ നോക്കുക. അത് ഇത്തരത്തിൽ കൈ ഒന്ന് പിടിക്കുന്നു. ഫസ്റ്റ് ഇതേ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ഇതേ 5ാമത്തെ ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഇപ്പോൾ ഏകദേശം 40 കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾ നോക്കുക. നമ്മുടെ വാഹനം 5ാമത്തെ ഗിയറിൽ ഒരു ഇറക്കത്തോട് കൂടിയ റോഡിൽ ഇതേ വളരെ സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 5ാമത്തെ ഗിയർ ഇടാം. ഈ 5ാമത്തെ ഗിയറിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും ആക്സിലേഷൻ കൊടുക്കുകയാണ്. കാരണം ഇവിടെ മുന്നിലേക്ക് ഒരു കയറ്റം വന്നു തുടങ്ങി. കയറ്റം കയറി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് ചെയ്തിട്ട് ഞാനിത് ക്ലച്ച് ഔട്ടിയിട്ട് 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും കയറ്റത്തിൻ്റെ അളവ് കൂടിയപ്പോൾ ഇതേ അഡ്വാൻസ് ആയിട്ട് 3rd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കുക, 3ാമത്തെ ഗിയറിലേക്ക് ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ചെറിയൊരു കയറ്റമാണ്. ഇനി കയറ്റം കയറി റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ നോക്കുക, ഒരു 40 കിലോമീറ്റർ വേഗതയിൽ ഞാൻ ക്ലച്ച് ഔട്ടിയിട്ട് ഇത് 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, 4ാമത്തെ ഗിയറിലേക്ക് വന്നു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇത് ക്ലച്ച് ഔട്ടിയിട്ട് ഇത് 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 45 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 5ാമത്തെ ഗിയറിലാണ് പോകുന്നത്. ഈ ഒരു വേഗത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വേഗതയാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ 5ാമത്തെ ഗിയർ ഇട്ട് ഓടിച്ചു എന്ന് കരുതി ഒരു കാരണവശാലും വാഹനത്തിൻ്റെ വേഗത അമിത വേഗതയിലേക്ക് വരുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5ാമത്തെ ഗിയറിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഉദാഹരണം, മുന്നിലൊരു കയറ്റം അല്ലെങ്കിൽ മുന്നിൽ മറ്റൊരു വാഹനം പോകുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 40 കിലോമീറ്റർ താഴ്ന്ന വേഗതയിലേക്ക് വാഹനം വന്നു കഴിഞ്ഞാൽ 5ാമത്തെ ഗിയറിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 5th ഗിയറിൽ നിന്ന് ഡൗൺ ചെയ്തിട്ട് 4th ഇട്ട് കൊടുക്കുക. ഓക്കെ, 4th പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ 3rd ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ഇത് ഇങ്ങനെ കൈ പിടിക്കരുത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കൈകൾ പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഞാൻ വാഹനം ഓടിക്കുന്നത് ഒരു മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു ചെറിയ വില്ലേജ് റോഡിലാണ് ഇപ്പോൾ വാഹനം ഓടിക്കുന്നത്. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ നമുക്ക് 5th ഗിയർ ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വില്ലേജ് റോഡിൽ നമുക്ക് 5th ഗിയർ ഉപയോഗിക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഗിയർ ഇടുന്ന സാഹചര്യങ്ങളിൽ ആവറേജ് റോഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളുടെ വാഹനത്തിന് വേഗത ഏകദേശം ഒരു 40-45 കിലോമീറ്റർ വേഗതയിൽ എത്തിക്കഴിഞ്ഞാൽ കൊടുക്കാം. നിങ്ങൾ നോക്കുക, ഇവിടെ ആവറേജ് സ്ട്രെയിറ്റ് റോഡാണ്. ഇത് 3rd നിന്ന് 4th ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഇത് 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയിൽ ഒരു വില്ലേജ് റോഡിലാണ് ഞാനിത് 5ാമത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ആവറേജ് സ്ട്രെയിറ്റ് റോഡായ ഏതൊരു വില്ലേജ് റോഡിലും നമുക്ക് 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സാഹചര്യങ്ങളിൽ വളവും തിരിവുള്ള റോഡുകളാണെങ്കിൽ നമുക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന ഒരു ഗിയർ എന്ന് പറയുന്നത് 4th ഗിയർ വരെ നമുക്ക് ഇടാൻ കഴിയത്തുള്ളൂ. 5ാമത്തെ ഗിയറിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ മാക്സിമം 1st, 2nd, 3rd, 4th എന്നീ ഗിയറുകൾ കൃത്യമായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇനി വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത്രമാത്രം. ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കൈ ഇത്തരത്തിൽ പിടിക്കുക. ഇത്തരത്തിൽ പിടിച്ചിട്ട് നമ്മൾ ഓരോ ഗിയർ ഇടുക. അതായത് 1st ഇടുക, 2nd വരിക, 3rd വരിക, 4th വരിക, 5th ഇത് ഇത്തരത്തിൽ വരിക. ഓക്കെ, 5th നിന്ന് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിൽ 4th ഇടുക, 3rd ഇടുക, 2nd ഇടുന്ന സമയത്ത് ഇങ്ങനെ വരിക, 1st ഗിയറിലേക്ക് ഇത് ഇങ്ങനെ വരിക. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.